മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ ഒറ്റ ലക്ഷ്യമായിട്ട് യേശുവിനെ കേൾക്കണം, യേശുവിനെ അറിയണം, യേശുവിനെ അനുഭവിക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം കേൾക്കണ്ടേ? ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന് പകരക്കാരായി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. മകളെ, ദൈവം സംവിധാനം ചെയ്തതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ സ്വർഗീയ ഭവനം സ്വപ്നം കണ്ട് സ്വന്തം സംവിധാനങ്ങളും അടിത്തറകളും പരാജയപ്പെട്ടാലും പ്രശ്നം തോന്നാത്ത വിധത്തിൽ നമ്മളെ കർത്താവ് നയിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ചില പദ്ധതികളില്ലേ, ചില സ്വപ്നങ്ങളില്ലേ? എന്നാൽ ദൈവിക മനുഷ്യൻ പറയുകയാണ്, എൻ്റെ സ്വപ്നങ്ങൾ തകർന്നാലും, എൻ്റെ പദ്ധതികൾ തകർന്ന് തരിപ്പണമായാലും ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. അനേക മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുക്കുമ്പോൾ, അനേക മക്കളെ ദൈവത്തിൻ്റെ പക്കലേക്ക് ആനയിക്കാൻ വേണ്ടി എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ പണം കൊടുക്കുമ്പോൾ യേശു എന്നിലൂടെ ജീവിക്കുകയാണ്. കരയുന്നവൻ്റെ കണ്ണീരൊപ്പുമ്പോൾ, പാവപ്പെട്ടവൻ്റെ ആശ്വാസവാക്ക് കൊടുക്കുമ്പോൾ ഈശോ എന്നിലൂടെ ജീവിക്കുകയാണ്. ആ ദൈവമായ കർത്താവാണ് പറയുന്നത്, യേശുവിന് പകരക്കാരനാകാൻ സാധിക്കുമോ? നിനക്ക്, നിന്റെ കുടുംബത്തിന് യേശുവിൻ്റെ പകരക്കാരനാകാൻ സാധിക്കുമോ? യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുമോ? യേശു സഹിച്ചതുപോലെ സഹിക്കാൻ നിനക്ക് സാധിക്കുമോ? യേശു ത്യജിച്ചതുപോലെ ത്യജിക്കാൻ നിനക്കും നിന്റെ കുടുംബത്തിന് സാധിക്കുമോ? യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നിനക്കും നിന്റെ കുടുംബത്തിന് സാധിക്കുമോ? എങ്കിൽ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. എന്നെ കണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ പ്രവർത്തികൾ കണ്ട് അനേക മക്കൾ യേശുവിൻ്റെ പക്കലേക്ക് തീക്ഷ്ണതയോടെ കടന്നു വരുന്നില്ലേ? എത്രയോ മക്കളുടെ സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ്. കർത്താവിൻ്റെ മഹത്വം നമ്മൾക്ക് ദർശിക്കുവാൻ സാധിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് യേശുവിൻ്റെ കൈകളായി മാറാം, യേശുവിൻ്റെ കാലുകളായി മാറാം, യേശുവിൻ്റെ ഹൃദയമായി മാറാം, യേശുവിൻ്റെ പകരക്കാരായി മാറാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.